ബിഗ് ബോസ് മലയാളം സീസൺ 6 ജാസ്മിന് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് ഗബ്രിയുടെ രണ്ടാം വരവാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരെങ്കിലുമുണ്ട്. ജാസ്മിൻ കരയുമ്പോൾ ഗബ്രി പാട്ട് പാടുന്ന രംഗങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ അത്രത്തോളം വിമർശിക്കപ്പെടുകയും ചെയ്തു. അന്ന് ആ സമയത്ത് ഗബ്രിയോട് വളരെ ദേഷ്യപ്പെടുന്ന രീതിയിൽ റസ്മിൻ സംസാരിക്കുകയും ഗബ്രിയുടെ പാട്ട് ഇഷ്ടപ്പെടാതെ നിർത്താൻ പറഞ്ഞതല്ല. അവന് അവൻ്റേതായതും എനിക്ക് എൻ്റേതായതുമായ ഒരു വീക്ഷണകോണുണ്ട്. ഞാനും അവനും പുറത്തുനിന്ന് ജാസ്മിൻ്റെ ഗെയിം കണ്ട് വന്ന ആളുകളാണ്. ജാസ്മിൻ നന്നായി കളിക്കുന്നുണ്ട്, കപ്പ് അടിക്കാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു എൻ്റെ ചിന്ത. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവൾക്ക് ഇനിയും നെഗറ്റീവ് വരാനോ അത്തരത്തിൽ എന്തെങ്കിലും ഫാക്ടർ വരുമ്പോൾ ഇടപെടണമെന്നുള്ള ഒരു ലക്ഷ്യവും എനിക്കുണ്ടായിരുന്നു. അകത്ത് നിൽക്കുമ്പോഴും അവിടെ സംഭവിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകില്ല. പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് എന്തൊക്കെയാണ് ഔട്ട് പോയിട്ടുള്ളതെന്നും ഇതൊക്കെ ഇങ്ങനെയാണോ വന്നതെന്നും മനസ്സിലാകുന്നത്. പുറത്തുള്ളവർ ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ചെറിയൊരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ എന്നും റസ്മിൻ പറയുന്നു. ജാസ്മിനൊപ്പം സൈന സൗത്ത് പ്ലസ് ലൈവ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു റസ്മിൻ. കപ്പ് അടിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു എൻ്റേത്. അതിന് നല്ല സാധ്യതയും ഉണ്ട്. ആ സാഹചര്യത്തിൽ ഒരു നെഗറ്റീവും പാടില്ല. ഗബ്രി പാട്ട് പാടിയതൊന്നും അല്ല എൻ്റെ പ്രശ്നം. അതിൻ്റെ തലേ ദിവസം രാത്രി ഗബ്രി ജാസ്മിനോട് എല്ലാം പറഞ്ഞു. ഇതൊക്കെ അവളോട് എനിക്കും പറയണമായിരുന്നു. പക്ഷേ ആ ഫിനാലെ കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എല്ലാം അപ്പോൾ പറഞ്ഞ് ഫിനാലെയിലെ ജാസ്മിൻ്റെ ഗംഭീരമായ മത്സരത്തെ കളയരുത് എന്നൊരു ഉദ്ദേശമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്ന് റസ്മിൻ പറയുന്നു. എൻ്റെ വീക്ഷണകോണിൽ വീണ്ടും ആളുകൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവർ ഇരിക്കുന്നതിന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവിടുത്തെ അപ്പോഴത്തെ രംഗം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ മതിയടാ എന്ന് പറഞ്ഞു വന്നത്. ആ പറഞ്ഞതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ പാട്ട് പാടിയത് മാത്രമല്ല പ്രശ്നമെന്ന് റസ്മിൻ പറയുന്നു.